കൊച്ചി ജൂതപ്പള്ളിക്ക് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് പോലീസ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് സുരക്ഷ ശക്തമാക്കിയത്. പള്ളിയിൽ പോലീസ് നിരീക്ഷണവും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തും. അതിനുള്ള കർശനമായ നിരീക്ഷണമാണ് അവിടെ ഉള്ളത്. സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, നമുക്കറിയാം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിനെതിരെ വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് കൊച്ചിയിൽ ജൂതപ്പള്ളിക്ക് സുരക്ഷ ശക്തമാക്കുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത്? ലക്ഷ്മി, മുൻപ് ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടായപ്പോൾ പോലും വലിയ കാവൽ ജൂതപ്പള്ളിക്ക് ഏർപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ ജൂതപ്പള്ളിക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ബോംബ് സ്ക്വാഡും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും എല്ലാം അവിടെ വരികയും വരും ദിവസങ്ങളിലേക്ക് ആ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യും. മാത്രമല്ല, കൂടുതൽ പോലീസുകാരെ ജൂതപ്പള്ളിയിലേക്ക് വിന്യസിച്ചിട്ടുമുണ്ട്. ഹമാസ് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു. ഈ സാഹചര്യം നിലനിർത്തിക്കൊണ്ടാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം ഇപ്പോൾ ജൂതപ്പള്ളിക്ക് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. 500 വർഷത്തിലധികം പഴക്കമുള്ള പള്ളിയാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നുകൂടിയാണ്. മാത്രമല്ല, നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഇസ്രായേൽ പ്രസിഡന്റും ഒപ്പം തന്നെ എലിസബത്ത് രാജ്ഞിയും ചാൾസ് രാജകുമാരനുമെല്ലാം വന്നുപോയിട്ടുള്ള ഒരു പള്ളി കൂടിയാണ്. രാജ്യത്ത് തന്നെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ജൂത സിനഗോഗ്. ആ സിനഗോഗിന് സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്, ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം 20-ൽ താഴെ ജൂതന്മാർ മാത്രമേ ഇപ്പോൾ കൊച്ചിയിലാകമാനമുള്ളൂ. പക്ഷേ അവർ തന്നെയാണ് ഈ പള്ളിയുടെ നടത്തിപ്പ് ചുമതലയുള്ളത്. ദിനംപ്രതി 500 മുതൽ 1500 പേർ വരെ വന്നു പോകുന്ന ഒരു പള്ളിയാണ്. ആ പള്ളി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിവരം കിട്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ജൂതപ്പള്ളിക്ക് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.